നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. നമുക്കൊരു വിഷയത്തെപ്പറ്റി ചിന്തിക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. സ്തോത്രം. ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്നൊരു കാര്യമാണ്. എല്ലാറ്റിനെ പറ്റി നാം വിചാരപ്പെടും. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ ആയിത്തീരും, ഇന്ന് മക്കളുടെ കാര്യം എന്തായിത്തീരും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യം എന്താ, എൻ്റെ ജോലിയിൽ എങ്ങനെ ആയിരിക്കും, ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാലും ചിന്തയാണ്, ജോലി ഹാലലിയ എല്ലാം ഞാൻ ചെയ്തിട്ട് വന്നോ എന്ന് വിചാരപ്പെടുന്ന അനേകരെ ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഫിലിപ്പിയൻസ് 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുവാണ്, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നാം എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങളെ നാം ദൈവത്തോട് പറയണം. അപ്പോൾ ദൈവം അതിനുള്ള കാര്യങ്ങളെ നടത്തി തരും. അതിനുള്ള പരിഹാരം ദൈവം നമുക്ക് തരും. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയത്തില്ല ഈ ലോകത്തിൽ, എങ്ങനെ ചില വിഷയങ്ങളെ നേരിടണം, എങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കണമെന്ന് പലപ്പോഴും നമ്മൾ അറിയത്തില്ല. എന്നാൽ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ പ്രാപ്തരാക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിജീവിതങ്ങളെ നമ്മളെ സഹായിപ്പാനായിട്ട് ദൈവം അയക്കും. സാറാഫാത്തിലെ വിധവയെ നോക്കിക്കേ, അവൾ പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ മരിക്കാൻ പോവുകയാണ്. സ്തോത്രം. എന്നാൽ അവളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നുകൊണ്ട് അവിടെ അടുത്തൊരു ദേവദാസനെ അയപ്പാൻ ഇടയായിത്തീരുന്നു. സ്തോത്രം. ആ ദൈവദാസനും അത് അനുഗ്രഹമായി തീരുവാനിടയും. ഇതുപോലെ ഹല്ലേലൂയ അനേകരുടെ വിഷയത്തിന്മേലെ നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സഹായം ഇറങ്ങിച്ചെല്ലുവാൻ ഇടയായിത്തീരും. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് ഉടുക്കുമെന്നും നിങ്ങളുടെ ജീവനത്തിനായി എന്ത് ഉടുക്കുമെന്നും ശരീരത്തിനായി കൊണ്ട് വിചാരപ്പെടും. ആഹാരത്തിനേക്കാളും ജീവനും ഉടുപ്പിനേക്കാൾ ശരീരം വലുതല്ലയോ. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, ഒന്നിനെ കുറിച്ച് നാം വിചാരപ്പെടരുത്. എന്ത് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ എന്ത് വസ്ത്രം ഉടുക്കും, അല്ലെങ്കിൽ എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകും, എൻ്റെ ഭാവി എന്തായി തീരുമെന്നൊന്നും നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ സന്നിധി പറയണം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇന്ന വിഷയങ്ങളുണ്ട്, ഇതിന് എനിക്ക് പരിഹാരം തരണമെന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം അവിടുന്ന് പരിഹാരം തരികയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ മാറിപ്പോകും ഇടയായിത്തീരും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ. അപ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവയ്ക്ക് പ്രത്യേകിച്ച് വീടൊന്നുമില്ല, അവർക്ക് കൂടില്ല, അവിടെ സ്ഥിരമായി എവിടെ ഇരിക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. ചിലർ കൂട്ടി വെക്കുന്നുണ്ട്, എന്നാൽ അത് ഗ്യാരണ്ടി അല്ല, കാറ്റടിച്ച് താഴെ വീഴാം, അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങൾ അത് നശിപ്പിച്ചെന്ന് വരാം. എങ്കിലും അവ രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ കേൾക്കാറില്ലേ ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം. അവയൊന്നിനെക്കുറിച്ച് വിചാരപ്പെടുന്നില്ല, അവ എപ്പോഴും ഹല്ലേലൂയ സന്തോഷത്തോടെ പാഴിപ്പറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, നാം എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ, എപ്പോഴും കർത്താവിൻ്റെ ഹല്ലേലൂയ ആനന്ദിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവയെയൊക്കെയും ദൈവം പുലർത്തുന്നു എങ്കിൽ നമ്മളെ എത്രയധികം ദൈവം പുലർത്തും. ഹല്ലേലൂയ. നാം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കണം, കർത്താവിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച നമ്മളെ ദൈവം തീർച്ചയായും ഹല്ലേലൂയ ആകാശത്തിലെ പറവയെക്കാളും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ശ്രേഷ്ഠമായി നടത്തുവാൻ ദൈവശക്തനെന്ന് നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-26 പറയുന്നു, വിചാരപ്പെടുന്ന അതിൻ്റെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് ആർക്ക് കഴിയും. നാം കുറേ നാളായിട്ട് നമ്മൾ ഒരു വിഷയത്തെപ്പറ്റി വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം, വിചാരപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് ഡാമേജ് ഉണ്ടാകുന്നു. നാം ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളെ അത് അഫക്റ്റ് ചെയ്യുന്നു. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഭർത്താവിനെ, ഹല്ലേലൂയ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അത് ഹല്ലേലൂയ സ്തോത്രം ബാധിക്കും. നമ്മൾ വളരെ നിരാശപ്പെട്ട് ജോലിക്ക് പോയി ആരോടും മിണ്ടാതെ ജോലി ചെയ്താൽ ഓർത്ത് നോക്കിക്കേ, കൂടെ ജോലി ചെയ്യുന്നവർക്കും അത് ബാധിക്കും. അതേസമയം പ്രശ്നവും പ്രതികൂലവും എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ സന്തോഷത്തോടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരായി, മറ്റുള്ളവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നവരായി നാം ജീവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ സ്തോത്ര ധൈര്യം നമ്മൾ അധികം വർദ്ധിച്ചു വരുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ മുഖത്ത് പ്രകാശമുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ. നമ്മുടെ ഹല്ലേലൂയ പ്രശ്നങ്ങളെ ഓർത്ത് ഭാരപ്പെടാതെ അതിൻ്റെ മധ്യത്തിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരായി തീരുവാൻ ഉള്ള കൃപ ദൈവം നമുക്ക് തെരുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 28-ാം വാക്യത്തിൽ വായിക്കുന്നു, ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്, വയലിലെ താമര എങ്ങനെ വളരുന്നെന്ന് നിരൂപിപ്പീൻ, അവ അധ്വാനിക്കുന്നില്ല, നോൽക്കുന്നില്ല. ഹല്ലേലൂയ. വയലിലെ ഹല്ലേലൂയ സ്തോത്രം താമര എത്ര മനോഹരമായി ഹല്ലേലൂയ അത് സൂര്യനെ കാണുമ്പോൾ ഉദിച്ച്
നിൽക്കുന്നു. അവർ ഹല്ലേലൂയ നൂൽക്കുന്നില്ല, അവ അധ്വാനിക്കുന്നൊന്നുമില്ല സ്തോത്രം. എന്നാൽ അതിന് വേണ്ടുന്നതെല്ലാം ദൈവം കൊടുക്കുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ കർത്താവിൽ ആശ്രയിച്ച് നാം മുന്നേറുന്നുവെങ്കിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം തരുവാൻ ദൈവശക്തനാണ് സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ നിങ്ങളെ ഏൽക്കുമ്പോൾ എങ്ങനെ എന്ത് പറയേണ്ടതെന്ന് വിചാരപ്പെടരുത്, പറയുവാനുള്ളത് ആ നാളികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനെക്കുറിച്ച് ഹല്ലേലൂയ പറയണമെന്ന് ഹല്ലേലൂയ സ്തോത്രം വിചാരപ്പെടുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ എന്ത് പറയണം, ആൾക്കാർ നമ്മളെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ, എന്തെങ്കിലും വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ വിചാരപ്പെടുത്ത് നമ്മൾ ഭാരപ്പെടാറുണ്ട്. എന്നാൽ ദൈവം പറയാണ്, നിങ്ങൾ ഹല്ലേലൂയ ആരോടെങ്കിലും വർത്താനം പറയുവാൻ, എന്തെങ്കിലും വിഷയത്തിൽ ആൻസർ ചെയ്യുവാൻ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ, അതിൻ്റെ മധ്യത്തിൽ ദൈവം നിങ്ങൾക്ക് ആൻസർ പറയുവാനുള്ള കൃപ തരും. വരുമ്പോൾ ഹല്ലേലൂയ നാം വിചാരപ്പെടരുത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അതാണ് നമ്മൾ വായിച്ചത്. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെ എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട, പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഹല്ലേലൂയ ഒരു വിഷയത്തിൽ അകപ്പെട്ട് ഭാരപ്പെടേണ്ടി വന്നാൽ അവിടെ നാം മിണ്ടാതിരുന്ന് കർത്താവിനോട് ചോദിക്കണം, കർത്താവേ ഞാൻ എന്താ പറയേണ്ടത്, എങ്ങനെയാണ് ഈ വിഷയത്തെ ഞാൻ നേരിടുന്നതെന്ന് നാം ദൈവത്തോട് പറയുമ്പോൾ കർത്താവ് നമുക്കതിന് കൃപ തരും. അതോർത്ത് നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 1 കൊരിന്ത്യർ ഹല്ലേലൂയ സ്തോത്രം 7-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് സ്തോത്രം, ലോക കാര്യങ്ങളെക്കുറിച്ച് നാം വിചാരപ്പെടരുത് സ്തോത്രം. അവിടെ ഒരു വലിയൊരു ഉപമ പറഞ്ഞിട്ടുണ്ട് ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിക്കാത്തവൾ അല്ലെങ്കിൽ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധിയാകേണ്ടെന്ന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ ഹല്ലേലൂയ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സ്തോത്രം, കർത്താവിനിൽ മാത്രം ഏകാഗ്രതയായിരിക്കുന്ന ഒരു വ്യക്തി കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് വിചാരിച്ച് ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നു സ്തോത്രം. എന്നാൽ വിവാഹം കഴിച്ച മക്കളും ഹല്ലേലൂയ കുടുംബമൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നാനാ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന വ്യക്തി ലോക വിഷയത്തെക്കുറിച്ച് ഭാരപ്പെടുന്നു. അപ്പോൾ അങ്ങനെയല്ല, ഏതവസ്ഥയിലായിരുന്നാലും ഉയരത്തിലുള്ളത് ഹല്ലേലൂയ ചിന്തിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് സ്തോത്രം. 4 വിഷയങ്ങളാണ് വേദോസ്ത അടിസ്ഥാനത്തിൽ വിചാരപ്പെടരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് ഒന്നിനെക്കുറിച്ച് ഈ ലോകത്തിലുള്ള ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. നാം ഹല്ലേലൂയ വിചാരപ്പെട്ടത് കൊണ്ട് ഒരു വ്യത്യാസവും വരുന്നില്ല. ആ വിഷയത്തിലൂടെ നാം കടന്നു പോകേണ്ട ഹല്ലേലൂയ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ നാം ജയാളിയായിത്തീരണം. വിചാരപ്പെട്ടത് കൊണ്ട് നമ്മുടെ ഭവനത്തിലും നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ഹല്ലേലൂയ മറ്റുള്ളവർക്ക് ഹല്ലേലൂയ ദുഃഖം കൊടുക്കുന്നവരായി നാം തീരും. അങ്ങനെയല്ല, ആ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് ഓവർകം ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ടെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാം ആയിരിക്കുന്ന മണ്ഡലത്തിൽ എല്ലായിടത്തും സന്തോഷം പകരുവാൻ ദൈവം നമുക്ക് കൃപ തരും. രണ്ടാമതായിട്ട് അന്നവസ്ത്രാദികളെക്കുറിച്ച് വിചാരപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഹല്ലേലൂയ എപ്പോഴും നന്മ ഉണ്ടായിരിക്കണമെന്നില്ല, എപ്പോഴും സമ്പത്ത് ഉണ്ടായിരിക്കണമെന്നില്ല, എപ്പോഴും ജീവിത സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കണമെന്നില്ല. കുറവുകൾ താഴ്ചകളൊക്കെ വരാമെന്നതിൻ്റെ മധ്യത്തിലും ഹല്ലേലൂയ സ്തോത്രം അതിനൊന്നും ഓർത്ത് ഭാരപ്പെടാതെ ആവശ്യങ്ങളെ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം തീർച്ചയായും അതെല്ലാം നടത്തി തരും. ഹല്ലേലൂയ. മൂന്നാമതായി നാം ചിന്തിച്ച് ഉപദ്രവം വരുമ്പോൾ നിങ്ങൾ വിചാരപ്പെടരുത് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ പലരും പല രീതിയിൽ ഉപദ്രവിച്ചെന്ന് വരാം, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ സന്തോഷത്തോടായിരുന്ന് ആ ഉപദ്രവങ്ങളെ ജയിപ്പാനുള്ള കൃപ നമുക്ക് തെരുമാറാകട്ടെ സ്തോത്രം. നാലാമത് ദൈവം പറയുകയാണ്, ലോക കാര്യങ്ങളെക്കുറിച്ച് ഹല്ലേലൂയ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ ലോകത്തിൽ അനേക കാര്യങ്ങൾ ഉണ്ടാകും, അതിനെല്ലാം ഓർത്ത് വിചാരപ്പെടാതെ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം എപ്പോഴും സന്തോഷത്തോടായിരിക്കണം, നാം എപ്പോഴും സമാധാനത്തോടായിരിക്കണം, എപ്പോഴും ഹല്ലേലൂയ വിചാരങ്ങളൊന്നുമില്ലാതെ കർത്താവിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളായി ദൈവം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.